45 മണിക്കൂർ സമയമാണ് പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിൽ ഇരുന്നത്. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം പൂർത്തിയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം, ഏതാണ്ട് 3 മണിക്കൂർ മാത്രം അവശേഷിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ധ്യാനം പൂർത്തിയാക്കി വിവേകാനന്ദ പാറയിൽ നിന്ന് മടങ്ങാനിരിക്കുന്നത്. വി അരുൺ അവിടെ നിന്ന് തുടരുന്നുണ്ട്. വി അരുൺ പറഞ്ഞു വന്നത് തുടരാം. അതുതന്നെയാണ് സ്വാഭാവികമായും ഈ 45 മണിക്കൂർ ധ്യാനം, അല്ലെങ്കിൽ തികച്ചും ശാന്തമായ മനസ്സോടുകൂടി മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മാസങ്ങളോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തന്ത്രമൊരുക്കലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന്റെ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ ഒക്കെ തിരക്കിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിൽ നിന്നൊക്കെ തീർത്തും ഭിന്നമായ ഒരു അന്തരീക്ഷത്തിൽ കടലിൽ നടക്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇത്രയധികം മനോഹരമായ ഒരു സ്ഥലം, അതും 45 മണിക്കൂറോളം ഏകാന്തതയിൽ ഇരിക്കാൻ, ശാന്തമായ മനസ്സോടെ ശരീരം ഒട്ടും അധ്വാനിക്കാതെ ഇരിക്കാൻ അദ്ദേഹത്തിന് ഒരു സ്ഥലം അദ്ദേഹം തെരഞ്ഞെടുത്തത് ഇത്തവണ ഈ കന്യാകുമാരിയാണ്. ഈ സമുദ്രങ്ങളുടെ 3 സമുദ്രങ്ങളുടെ മഹാസമുദ്രങ്ങളുടെ സംഗമ കേന്ദ്രമാണ്. അവിടെയാണ് ത്രിവേണി സംഗമമാണ് അദ്ദേഹം തന്റെ ഈ അവധിക്കാലം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ നിന്നെല്ലാം വീണ് കിട്ടിയ കുറച്ചു മണിക്കൂറുകൾ ചെലവഴിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തത്. അവിടെ അതിന് ഉള്ള എല്ലാ അന്തരീക്ഷവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനോഹരമായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകൾ. കന്യാകുമാരിയുടെ പ്രകൃതി നമുക്കറിയാം, പലപ്പോഴും ഈ കാലവർഷം എത്തിയ സമയമാണ്, പ്രക്ഷുബ്ധമായ കടലാണ് പലയിടങ്ങളിലുമുണ്ട്. പക്ഷേ കന്യാകുമാരി തികച്ചും ഭിന്നമായിരുന്നു. പ്രധാനമന്ത്രി വരുന്ന ആ ദിവസം ഇതുവരെയും വളരെ ശാന്തമായ കടലാണ്, വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. വലിയ മഴയോ അല്ലെങ്കിൽ കടുത്ത ചൂടോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ വളരെ പ്രകൃതി കൂടി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു അന്തരീക്ഷമാണ് പൊതുവിൽ കന്യാകുമാരിയിൽ ഉണ്ടായത്. അവിടെയാണ് അദ്ദേഹം 45 മണിക്കൂർ ചെലവഴിച്ച്. ഞാൻ പറഞ്ഞു വന്ന അദ്ദേഹത്തിന് സ്വാഭാവികമായും സാധാരണ ഏതൊരു മനുഷ്യനും ഇത്തരമൊരു അന്തരീക്ഷത്തിൽ വളരെ ആയാസരഹിതമായ വിശ്രമത്തിലേക്ക് കടക്കുമ്പോൾ, ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജവുമായാകും പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക. പുതിയ തന്ത്രങ്ങൾ, പുതിയ നീക്കങ്ങളൊക്കെ ഇവിടെ നിന്ന് അദ്ദേഹം തുടക്കമിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇനി 3 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പൂർത്തിയാകാൻ. അതോടുകൂടി രാജ്യം പൂർണ്ണമായും വിധിയെഴുതി കഴിയും. പിന്നീട് ഉള്ളത് 2 ദിവസത്തെ കാത്തിരിപ്പാണ്. 3-ാം നാൾ രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. ഇന്ത്യൻ ജനത എങ്ങനെയാണ് ഇത്തവണ ചിന്തിച്ചത്, ആർക്കനുകൂലമായാണ് ചിന്തിച്ചത്, നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണത്തെ അവർ എങ്ങനെ വിലയിരുത്തി, നരേന്ദ്രമോദി ഇനിയും തുടരണമെന്നവർ വിധിയെഴുതിയോ, അല്ലെങ്കിൽ നരേന്ദ്രമോദി മാറണം എന്ന തീരുമാനമാണോ ജനങ്ങൾ കൈക്കൊണ്ടെന്ന കാര്യമൊക്കെ ആ തീരുമാനം ആയിക്കഴിയും. 2 മണിക്കൂറുകൾ കൂടി പൂർത്തിയാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ, ചുരുക്കം സീറ്റുകളാണെങ്കിൽ പോലും വളരെ നിർണായകമായ അവസാനഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് പൂർത്തിയാകുന്നത്. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വോട്ടെടുപ്പിലുണ്ട്. ബംഗാളിന്റെ പ്രാധാന്യം ഈ വിവേകാനന്ദ പാറയുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ്. സ്വാമി വിവേകാനന്ദൻ ബംഗാളികൾക്ക് വളരെ ആ രീതിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അത്രയും ആരാധ്യനായ നേതാവാണ്, ആരാധ്യനായ ബംഗാളിന്റെ പുത്രനാണ്. ആ വിവേകാനന്ദന്റെ പേരിലുള്ള പാറയിലാണ്, കന്യാകുമാരി വിവേകാനന്ദ പാറയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടെ ധ്യാനമിരിക്കാൻ വന്നത്. അത് സ്വാഭാവികമായും ബംഗാൾ രാഷ്ട്രീയവുമായി ചേർത്ത് വായിക്കപ്പെടുന്ന, ബംഗാളിന്റെ തെരഞ്ഞെടുപ്പുമായി പ്രതിപക്ഷം ചേർത്ത് വായിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, തെക്കേ ഇന്ത്യയിൽ BJP ശക്തി പ്രാപിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, തെക്കേ ഇന്ത്യ അധീശത്വം സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, സ്വാഭാവികമായും അതിന്റെ ഭാഗമായി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഈ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഈ മുനമ്പിലെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെ ഈ ധ്യാനത്തെ, അവിടുത്തെ വിശ്രമ സമയത്തെ തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഈ തെക്കേ ഇന്ത്യയിലേക്ക് കടന്നുവരാൻ, കൂടുതൽ ശക്തമായി കടന്നുവരാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായെന്നും വിലയിരുത്തുന്നുണ്ട്. അതെന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി 45 മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ചു എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഭാവിയിൽ ഈ വിവേകാനന്ദ പാറയുടെ, കന്യാകുമാരിയുടെ ടൂറിസം, ആത്മീയ ടൂറിസം, വിനോദസഞ്ചാരം, അതുപോലെ ആത്മീയ ടൂറിസം മേഖലകളിലൊക്കെ വലിയ മുതൽക്കൂട്ടാകും, വലിയ തുണയാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നിരവധിയാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനം നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കണം. 6 മണിയോടുകൂടിയാണ് വ്യാഴാഴ്ച അദ്ദേഹം ഇവിടെ എത്തിയത്. ആ സമയം മുതൽ അദ്ദേഹം ഇവിടെയുണ്ട്. 45 മണിക്കൂർ ധ്യാനമാണ് പറഞ്ഞത്. ആ 45 മണിക്കൂറുകൾ പൂർത്തിയാകുന്നു. ഇനി അധികം വൈകാതെ പ്രധാനമന്ത്രി ഈ വിവേകാനന്ദ പാറയിൽ നിന്ന്, ആ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ ഇവിടെ നിന്ന് യാത്രയാക്കാനുള്ള, അദ്ദേഹത്തെ ഇവിടെ നിന്ന് തിരികെ വിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും
എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇതിന്റെ കന്യാകുമാരിയുടെ തീരവും ആകാശവും അതുപോലെ റോഡും ഒക്കെ പൂർണ്ണമായും സേനകളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലായി കഴിഞ്ഞു. പ്രധാനമന്ത്രി പോകുന്നതുവരെ ഇനി അധികം സാധാരണക്കാർക്ക് ദൃശ്യങ്ങൾ കാണാം. അരുൺ, അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാം. പ്രധാനമന്ത്രി അവിടെ നിന്ന് തിരിക്കുന്നു എന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടെ നിന്ന് തിരിക്കും. 45 മണിക്കൂർ വിവേകാനന്ദ പാറയിൽ ചെലവിട്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് തിരിക്കുന്നത്. 45 മണിക്കൂർ പൂർണ്ണ ധ്യാനമോ തപസ്സോ ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം മറ്റ് പൂജകളും പ്രാർത്ഥനകളും ഒക്കെ അവിടെ നടത്തുകയുണ്ടായി. സമുദ്രവന്ദനം, സന്ധ്യാവന്ദനം, ഭൂമിവന്ദനം തുടങ്ങി അദ്ദേഹം വിവിധ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ അതിനിടയിൽ ചെയ്തു. വിശ്രമത്തിനും അവസരം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റൊന്നും ഇല്ല. അതിനുശേഷം ഉള്ള സമയം, പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ശേഷമുള്ള സമയം ധ്യാനത്തിൽ അദ്ദേഹം മുഴുകി എന്നതാണ് ഈ 3 ദിവസത്തിന്റെ പ്രത്യേകത. എന്തായാലും 45 മണിക്കൂർ വിവേകാനന്ദ പാറയിൽ ചെലവഴിച്ചതിന് ശേഷം പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങാൻ പോവുകയാണ്. അതിന്റെ ബാക്കി ചടങ്ങുകളും പ്രാർത്ഥനയും പൂജയും ഒക്കെ അവിടെ പുരോഗമിക്കുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് അവിടെ നിന്ന് തിരിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നിന്ന് തിരുവനന്തപുരത്തെത്തി അവിടെ നിന്നായിരിക്കും പ്രധാനമന്ത്രിയുടെ മടക്കം. ഇപ്പോൾ 45 മണിക്കൂർ നേരത്തെ വി അരുൺ സൂചിപ്പിച്ചതുപോലെയുള്ള പല രാഷ്ട്രീയമായി ഉൾപ്പെടെയുള്ള പ്രാധാന്യമുള്ള സന്ദർശനമായിരുന്നു വിവേകാനന്ദ പാറയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വരവ്. അവിടെ ബംഗാൾ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയത്. പരസ്യ പ്രചാരണം അവസാനിച്ച ദിവസം പരോക്ഷ പ്രചരണം എന്ന നിലയിൽ പ്രതിപക്ഷമൊക്കെ വലിയ ആക്ഷേപവും പരാതിയും അതിനെതിരെ ഉന്നയിച്ചിരുന്നു. വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സന്ദർശനം അത് ഭംഗിയായി പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ കൂട്ടലും കിഴിക്കലും അതിലേക്കൊക്കെ കടക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ധ്യാനം പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നത്. 4-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുക. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി പോളിംഗ് 7-ാം ഘട്ടത്തിന്റെയും പൂർത്തിയാക്കി കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തുവരും. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ നിർണായകമായ മണിക്കൂറുകളാണ് ഇനിയുള്ള ദിവസങ്ങളും നേരവും. അപ്പോൾ അദ്ദേഹം ധ്യാനം കൂടി പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്തേക്ക് എത്തും. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് രാഷ്ട്രീയ കൂടിയാലോചനകളുടെയും മറ്റും തിരക്കാണ്. ഭൂരിപക്ഷം കിട്ടിയാൽ, 3-ാം വരവ് ഉറപ്പായാൽ സർക്കാർ രൂപീകരണത്തിൻ്റെതുൾപ്പെടെയുള്ള തിരക്കുകളിലേക്ക് മടങ്ങേണ്ടതാണ്. എന്തായാലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള സന്ദർശനം കൂടിയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. വി അരുൺ അവിടെ നിന്ന് തുടരുന്നുണ്ട്. അരുൺ, നമുക്ക് ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെ വലയം വെച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് നീങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ പുറപ്പെട്ടിട്ടുണ്ടാകുമോ? അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് പിന്നീട് മാത്രമേ ലഭിക്കുകയുള്ളൂ. രേണുക, അദ്ദേഹം തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അവിടെ തിരുവള്ളൂരിന്റെ പാദങ്ങളിൽ തൊട്ടു വണങ്ങി. അതിനുശേഷം അവിടെ പ്രദക്ഷിണം വയ്ക്കുകയായിരുന്നു അല്പസമയം മുമ്പ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്നിറങ്ങി തിരുവള്ളൂർ പ്രതിമയിലാണ് ഇപ്പോൾ ഉള്ളത്. തിരുവള്ളൂർ പ്രതിമയിലെത്തി തിരുവള്ളൂരിനെ വണങ്ങാതെ ഇവിടെ നിന്ന് പോവുക രാഷ്ട്രീയമായി അത്ര ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുമുണ്ട്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം അവിടെ ഇപ്പോൾ തിരുവള്ളൂർ പ്രതിമ ഉള്ള ആ ഭാഗത്തേക്ക് എത്തിയത്. തിരുവള്ളൂർ പ്രതിമയിലെത്തുന്നു. അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം തുടർന്നത്. തിരുവള്ളൂരിന്റെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പ അർച്ചന നടത്തി. അദ്ദേഹം തിരുവള്ളൂരിന്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് അവിടെ പ്രദക്ഷിണവും പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം താഴെ വന്ന് തയ്യാറാക്കിയിട്ടുള്ള ബോട്ടിൽ തീരത്തേക്ക് എത്തും. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 3 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ധ്യാനം അവസാനിച്ചു. ധ്യാനം പൂർത്തിയായ ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവള്ളൂരിന്റെ പ്രതിമയിലേക്ക് എത്തിയത്. അവിടെ എത്തിയാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ചു സമയം അദ്ദേഹം അവിടെ ചിലവഴിക്കുകയാണ്. തിരുവള്ളൂരിന്റെ പ്രതിമയ്ക്ക് ചുറ്റും അദ്ദേഹം പ്രദക്ഷിണം വെച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോഴും അവിടെ തുടർന്ന് അദ്ദേഹത്തിനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ചുരുക്കം പേർ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെയും തുടരുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തിരുവള്ളൂർ പ്രതിമയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് വരും. അവിടെ നിന്ന് ബോട്ടിൽ അദ്ദേഹം തീരത്തേക്ക് പോകും. ഏതാണ്ട് 5 മിനിറ്റ് താഴെ മാത്രം മതി ഈ തീരത്തേക്ക് എത്താൻ. അവിടെ നിന്ന് അദ്ദേഹം
തമിഴ്നാട് ഹൌസിലെ എത്തുകയും അവിടുത്തെ ഹെലിപാഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ഏതായാലും 45 മണിക്കൂർ നീണ്ടുനിന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം തിരുവള്ളൂർ പ്രതിമയിലാണ് ഇപ്പോൾ. ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്ന് കരുതുന്നു. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ നിന്നും മടങ്ങും, അവിടെ നിന്ന് പുറത്തേക്ക് വരും. നമുക്ക് ഈ തീരത്ത് നിന്നുള്ള തീർച്ചയായും അരുൺ തരുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് തിരുവള്ളുവർ പ്രതിമ ഇരിക്കുന്ന അടുത്ത് നിന്ന് പ്രധാനമന്ത്രി താഴേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തുടരാം അരുൺ. അതുതന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് താഴേക്ക് എത്തി. തിരുവള്ളൂർ പ്രതിമയുടെ മുകൾ ഭാഗത്തായിരുന്നു അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ തിരുവള്ളൂരിനെ വന്നിച്ച് പുഷ്പാർച്ചന നടത്തി പ്രദക്ഷിണം പൂർത്തിയാക്കി നരേന്ദ്രമോദി താഴെ എത്തിയിരിക്കുന്നു. തിരുവള്ളൂർ പ്രതിമയുടെ എൻട്രൻസ് എത്തിയിരിക്കുന്നു. അവിടെ അദ്ദേഹം താഴേക്ക് നീങ്ങുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരും തൂവെള്ള വസ്ത്രമാണ് അദ്ദേഹം. ഇന്നലെയൊക്കെ നമ്മൾ ഇന്നലെ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടത് കാവി അണിഞ്ഞ മോദിയെയാണെങ്കിൽ ഇന്ന് അദ്ദേഹം തൂവെള്ള വസ്ത്രം ഇവിടെ വന്നപ്പോൾ ഉള്ള അതേ നിറത്തിൽ തൂവെള്ള വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിലേക്ക് നടന്നു കയറിയത്. അതിന്റെ പടവുകൾ കയറി വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തിയത്. അവിടെ ധ്യാനം ആരംഭിക്കുമ്പോൾ അദ്ദേഹം കാഷായ വസ്ത്രത്തിലേക്ക്, കാവി വസ്ത്രത്തിലേക്ക് മാറിയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ വീണ്ടും തൂവെള്ള വസ്ത്രമണിഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായക ദിവസങ്ങളിൽ ഒന്നിൽ അതിന്റെ വോട്ടെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവള്ളൂർ തിരുവള്ളൂരിനെയും വണങ്ങി വിവേകാനന്ദ പാറയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ വളരെ നിർണായകമായ നിമിഷങ്ങൾ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 45 മണിക്കൂറുകൾ ഈ ഒരു പ്രദേശത്ത്, ഈ കടലിൽ ചെലവഴിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപൂർവമായി മാത്രമാണ് സാധാരണക്കാർക്ക് ഇവിടേക്ക് എത്താനാവുക. ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയധികം സമയം ഇവിടെ ചെലവഴിച്ചത് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ അപൂർവമായ ഒന്നാണ്. പൂർണ്ണമായും അദ്ദേഹം ഈ കന്യാകുമാരി എന്ന സുന്ദര തീരത്തിന്റെ, മനോഹര തീരത്തിന്റെ സൗന്ദര്യം. തീർച്ചയായും അരുൺ, നമ്മളിപ്പോൾ കാണുന്നത് പ്രധാനമന്ത്രി ആ പടവുകൾ ഇറങ്ങി താഴേക്ക് പോകുന്നു എന്നതാണ്. അതിനപ്പുറം ഒരു പാലം കാണാം. അതാണ് താൽക്കാലിക പാലം എന്ന് തോന്നുന്നു. വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം, പ്രധാനമന്ത്രിക്കായി നിർമ്മിച്ച താൽക്കാലിക പാലമാണ് അതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തിരുവള്ളുവർ പ്രതിമയ്ക്ക് സമീപത്തു നിന്ന് അദ്ദേഹം മടക്കയാത്ര ആരംഭിക്കുന്നു കരയിലേക്ക് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആ ഭാഗത്ത് നേരെ താഴേക്ക് വന്നാൽ അവിടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള പ്രത്യേക ബോട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആ ബോട്ടിൽ അദ്ദേഹം കയറും. അതിനുള്ള തയ്യാറെടുപ്പുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി നേരത്തെ തന്നെ ബോട്ട് അവിടെ സർവ്വസജ്ജമാണ്. മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ സർവ്വസജ്ജമാണ്. അല്പസമയത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ബോട്ടിലേക്ക് കയറും. അവിടെ നിന്ന് തീരത്തേക്ക് ഏതാനും മിനിറ്റുകളുടെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. തീരത്ത് അദ്ദേഹത്തിന് പോകാനുള്ള വാഹനം ഇപ്പോൾ തന്നെ തയ്യാറാണ്. മറ്റ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ, സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഉദ്യോഗസ്ഥ വിന്യാസം അവിടെ നമുക്ക് കാണാനാകുന്ന ദൃശ്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഷിജുവിന് അല്പസമയത്തിനകം പോകാൻ കഴിയും. പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനം നീങ്ങുന്നതിനൊപ്പം അതെ, നമ്മൾ കാണുന്നുണ്ട് അരുൺ. വിവേകാനന്ദ എന്ന ബോട്ടിലായിരുന്നു അദ്ദേഹം അവിടേക്ക് എത്തിയത്. അതേ ബോട്ട് തയ്യാറായിരിക്കുന്നു. പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നതും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. തീർച്ചയായും അദ്ദേഹം ബോട്ടിനുള്ളിലേക്ക് കടക്കുകയാണ്. അതിന്റെ സമീപത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആ ബോട്ടിന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി വിവേകാനന്ദ മണ്ഡപത്തിൽ നിന്ന്, വിവേകാനന്ദ പാറയിൽ നിന്ന് 3:11 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിനു ശേഷം തിരുവള്ളൂരിനെ വണങ്ങി പുഷ്പാർച്ചന നടത്തി ശേഷമാണ് അദ്ദേഹം തിരികെ മടങ്ങുന്നത്. അല്പസമയത്തിനകം ആ ബോട്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങും. ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള തീരത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അവിടെ അദ്ദേഹത്തിന് തമിഴ്നാട് ഹൌസിലേക്ക്, ഹെലിപാഡിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ്. അല്പസമയത്തിനകം അദ്ദേഹം അവിടേക്ക് എത്തും. അവിടെ നിന്ന് 3 ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിയുടെ വ്യൂഹത്തിൽ ഉള്ളത്. അതിലൊന്നിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. അദ്ദേഹം ഇവിടേക്ക് വരുമ്പോഴും ആ രീതിയിലായിരുന്നു അതിന്റെ സംവിധാനങ്ങൾ, അതിന്റെ ക്രമീകരണങ്ങൾ. വലിയ പോലീസ് സന്നാഹം. ഇനി ഇദ്ദേഹം ഇവിടെ നിന്ന് എത്തുന്നതുവരെ പൂർണ്ണമായും ഈ കന്യാകുമാരി ഒരു ഈച്ച പോലും സുരക്ഷാ സേനകൾ അനുമതിയില്ലാതെ പറക്കാത്ത തരത്തിലുള്ള, ഒന്നും അനങ്ങാത്ത തരത്തിലുള്ള കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് മാറും. ഇപ്പോൾ തന്നെ പൂർണ്ണമായും കന്യാകുമാരി എന്ന ഈ തീരം പൂർണ്ണമായും സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ്. അതൊന്നുകൂടി കർക്കശമാക്കും. ഒന്നുകൂടി